I look at you and it's easy to see you are that someone I've been trying to meet. I got your ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിനെന്താന്ന് കാരണം എന്ന് വെച്ചാൽ ഞാൻ പനിച്ച് വിറച്ച് കിടക്കുമായിരുന്നു. എനിക്ക് പനി, തൊണ്ടവേദന, തലവേദന, നെഞ്ചുവേദന എന്ന് വേണ്ട എല്ലാവിധ വേദനകളും ഉണ്ടായിരുന്നു. പനീൻ്റെ ഇപ്പോൾ ഒരു വൈറൽ ഫീവറിൻ്റെ ഒരു സീസണല്ലേ, അതുകൊണ്ട് ആ സീസണിൽ ഒരു പങ്കാളിയായിട്ട് ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പനിച്ചിട്ട് സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സൗണ്ടൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ട്. ആദ്യം ഇങ്ങനെ മൂക്ക് പിടിച്ച് സംസാരിക്കുന്ന പോലെ അങ്ങനത്തെ ഒച്ചയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ വ്ളോഗ്. അപ്പോൾ ഇന്നും നാളെ ആയിട്ടായിരിക്കും ഞാൻ ഈ വ്ളോഗ് കംപ്ലീറ്റ് ആക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ ഞാൻ തിരിച്ച് കണ്ണൂർ പോകട്ടോ. കുറച്ച് ദിവസം മുന്നേ പോകേണ്ടതായിരുന്നു, പക്ഷേ ഈ പനി പിടിച്ച് ഇവിടെ സ്റ്റക്കായി പോയി. പിന്നെ നല്ല മഴയല്ലേ. അപ്പോൾ ഇപ്പം ഞാനും അമ്മയും കൂടെ ഒന്ന് ടൗണിൽ പോവാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. കുറച്ച് സാധാരണ ജംഗമ വസ്തുക്കളൊക്കെ വാങ്ങിച്ചിട്ട് വേണം നാളെ പോകാനാണ്. പിന്നെ ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട് എൻ്റെ വക. നമ്മുടെ യൂട്യൂബിലൊരു ചാനലുണ്ട്, ബൂം ഭാങ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ, ഒരു മൊട്ടച്ചേട്ടൻ. ആ ചേട്ടൻ്റെ ചാനലിൽ ആ ചേട്ടൻ കുറേ മുന്നേ ഇട്ടൊരു വീഡിയോ ആണ്. ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി നട്ടപ്പാതിരയ്ക്ക് ഞാനത് കണ്ടത്. എനിക്ക് ഭയങ്കര ക്രേവിങ്, അതൊന്നും ഉണ്ടാക്കി നോക്കണമല്ലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സോയ സോസ്, നമ്മുടെ മറ്റേ വേറെ എന്തൊക്കെയോ സോസ്, ആ സോസുകളൊക്കെ ഡേറ്റ് കഴിഞ്ഞ് 2023 എന്നിട്ട് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പം അടുത്ത കാലത്തൊന്നും ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. സോ കം വിത്ത് മീ. നമ്മൾ ഓട്ടോ ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ ശ്രീജിത്തേട്ടൻ കേട്ടോ. നമ്മളെപ്പോൾ വിളിച്ചാലും വെളിപ്പുറത്തെത്തുന്നത് നമ്മൾ ഓട്ടോ ചേട്ടനാണ്. ഹായ്, അപ്പോൾ നമുക്ക് പോവാം. അമ്മയുണ്ട്. ഓക്കെ, ഈ ശ്രീജിത്തേട്ടൻ നമ്മളെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്താവശ്യത്തിന് വേണമെങ്കിലും പോകുമ്പോൾ നമ്മൾ ഈ ഏട്ടൻ്റെ കൂടെയാണ് പോവുക. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എവിടെയും ഡ്രോപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അച്ഛനും മോനും ഒന്നും ഇല്ലെങ്കിലൊക്കെ ഞാൻ ഈ ഏട്ടനെ വിളിച്ചിട്ടാണ് കേട്ടോ പോവുക. ഇപ്പോൾ സാധാരണ ഓട്ടോക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇറക്കി വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെയല്ലേ. ശ്രീത്തേട്ടൻ്റെ കൂടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിലും ഏട്ടൻ നമ്മൾ എല്ലാം നോക്കുന്നതിനിടയ്ക്ക് നമ്മളെ കൂടെ വന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യാനും അഭിപ്രായം പറയാനും ലൈക്ക് നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് എത്തി. ഇത് റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. എനിക്ക് പ്രത്യേകിച്ച് കുറച്ച് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഇവിടെയാണ് വരിക. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സൺഫ്ലവർ ഓയിലാണ് ഞാൻ തപ്പുന്നത്. നമ്മളെ വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ട്, ആട്ടുന്ന വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ വളരെ കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കൽ. അപ്പോൾ അതുകൊണ്ട് അമ്മ ചെറുതെടുത്താൽ മതി എന്നിട്ട് ഏതാണ് ഇതിൽ ചെറുതെന്ന് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ വേണ്ടതെല്ലാം കിട്ടി. 1500 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് 10 രൂപേൻ്റെ കവർ കൊടുക്കാൻ മടിച്ച് സഞ്ചി തൂക്കി വരുന്ന നമ്മൾ റിലയൻസിലൊക്കെ പോയി. നടക്ക്, കയറി കൂട്ടാ. അപ്പോൾ ഞാൻ ടൗണിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വന്നിട്ടുണ്ട്. തിരിച്ച് വന്ന് ഞാൻ കുറച്ച് പണിയെടുത്തു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് അയ്യോ ഇത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന്. ഞാൻ ഈ ഫ്രൈഡ് റൈസ് പറ്റുവാണെങ്കിൽ ഒരു കുട്ടി പോർഷൻ ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കാനാണോ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് ആവോ ഇല്ലേന്ന് എനിക്കറിയില്ല. റെസിപ്പി ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ കറക്റ്റ് ആ ചേട്ടൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എൻ്റെതായ രീതിയിലൊന്നും മലയാളി വൽക്കരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് പ്രോപ്പർ ഒരു ഏഷ്യൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയ ചിലപ്പോൾ അച്ഛനൊന്നും കുറച്ച് സ്പൈസി ആളാണ്, അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടോളുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു പെപ്പർ പരിപാടിയൊക്കെ ചെയ്തിട്ട് അതിനെ കുറച്ചൊന്ന് ഒരു നമ്മുടെ നാട്ടിലത്തെ ഒരു സ്റ്റൈലാക്കുന്നുണ്ട്. പക്ഷേ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ആ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് ആകെ ചെയ്തത് ഈ കോഴികൾ കൂട്ടിക്കറാനായില്ലേ ഒച്ചപ്പാടും ബഹളമാക്കുന്നത്. അപ്പോൾ ഞാൻ ആകെ ചെയ്തത് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇതിനകത്ത് ഒന്നുമില്ല, ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. അല്ല, പിന്നെ കുറച്ച് സോയ സോസും കൂടി ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയമായി. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. ഇത് ഞാനൊന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുകയാണ്. ഈ കോഴികൾ കൂവൽ മത്സരമാണെന്ന് തോന്നുന്നില്ല, എന്ത് കൂവലാ കൂവുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അരി പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. ഇത് വൈക്കോലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ കോഴീനെ കൊണ്ട് സോറി ഗൈസ്, ഇത് വൈക്കോലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതാണ് സ്പ്രിംഗ് ഓണിയൻ. ആ കടയിൽ ഈ ഒരു കണ്ടോ ഉള്ളി കണ്ടോ ബാക്കിൽ, ഇതേ ഉള്ളൂ ഉണങ്ങി തൊലിഞ്ഞ ഒരു സാധനം. പക്ഷെ എനിക്കിത് വേണ്ടതുകൊണ്ട് ഞാനത് എടുത്തു. അതിൽ നല്ലത് മാത്രം എടുക്കാം. അപ്പൊ ബാക്കിലെ കൂവൽ മത്സരം ഒന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട, അവര് ചുമ്മാ കൂവട്ടെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല പറഞ്ഞില്ല. ഇതെല്ലാം റെഡി ആയിട്ട് ഞാനൊന്ന് കാണിക്കാം. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വരാം കേട്ടോ.
ഇത് എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് നമുക്ക് അവസാനിപ്പിക്കേണ്ട വീഡിയോ. ഞാൻ നാളെ കണ്ണൂരേക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയൊരു ബാഗ് എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അതേപോലെ ആ വലിയ ബാഗ് എടുത്ത് ഞാൻ അങ്ങോട്ട് പോകും. എന്താണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ ഐഡിയ ഇല്ല. വെറുതെ അനാവശ്യമായിട്ട് കുറേ ഡ്രസ്സും കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. അതുപോലെ ഇവിടുന്ന് പിന്നെ പെറുക്കാൻ പറ്റുന്നതൊക്കെ പെറുക്കി അങ്ങോട്ട് പോകും. സില്ലി തിങ്സ്. അപ്പോൾ നാളെ നമ്മൾ പോവാണ്. വീട് പറയുകയാണോ എന്നാണ്. 10-20 ദിവസമായി കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ നമുക്ക് വേഗം നമ്മളെ പരിപാടിയൊക്കെ തീർത്തിട്ട് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയുണ്ട്. 2 കുഞ്ഞ് ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ട് ഇടണം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ വന്നതിന് മുന്നേ അതൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനൊന്നുമുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര സിക്കായി പോയായിരുന്നു. എനിക്കറിയില്ല. അപ്പോൾ അടുത്ത കാലത്തൊന്നും എനിക്കിങ്ങനെ പനി വന്നിട്ടില്ല. പനി വരാറേ ഇല്ല. തൊണ്ടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു കിച്ച് വന്നാലേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പനിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ നല്ലോണം അങ്ങ് പനിച്ചു പോയി. ഇപ്പോൾ ഞാൻ ഗെറ്റിംഗ് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഈ മുടിയൊന്നും ഇങ്ങനെ. ഇന്ന് രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി. രാവിലെ തൊട്ട് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. രാവിലെ തൊട്ട് അമ്പലങ്ങളിൽ മാറി ഇറങ്ങുമായിരുന്നു. അതൊന്നും ഞാൻ വ്ളോഗ് എടുത്തില്ല. ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് എനിക്ക് ബുദ്ധി വന്നത്, ഒരു വീഡിയോ എടുക്കാലോ, കുറേ ആയില്ലേ ഒന്നും ഇതാക്കാത്തേന്ന്. ഞാൻ എൻ്റെ ഒരു കഷ്ടകാലിക്ക് സമയമേയും എല്ലാം പ്രശ്നമാണെന്ന് പറയുന്ന പോലെ എനിക്കിപ്പോൾ കുറച്ച് നല്ല സമയം ഇങ്ങനെ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ടച്ച് വുഡ് ഒരു കാര്യമൊക്കെ ഉണ്ട് നിങ്ങളോട് പറയാൻ. ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താണെന്ന്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊന്നും അതൊന്നുമല്ല, വേറെ ഒരു നല്ല കാര്യം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത് എന്തായിരുന്നു പറഞ്ഞത്, മറന്നു പോയിച്ചേ. എന്താന്ന് വെച്ചാല് ഞാനിങ്ങനെ പറഞ്ഞില്ലേ, ഡെയിലി ഇനി 7 മണിക്കാണ് നമ്മളെ വീഡിയോ വരിക. ഞാൻ ഡെയിലി വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഡെയിലി ഷോർട്സ് ഇടാം, പക്ഷെ വീഡിയോ വീക്ക്ലി മാക്സിമം ഒരു 3 ടൈംസ് എങ്കിലും ഞാൻ ഇടണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. അത് 7 മണി ടൈമിൽ തന്നെ ഇടണം. അപ്പം നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ. ഒരു 2-3 വീഡിയോ ഇട്ട് നോക്കിയിട്ട് നമ്മുടെ അനലറ്റിക്സും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറ്റാം. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനിങ് ഒക്കെ, വീഡിയോ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് കുറച്ച് കോണ്ടന്റ്സ് ഒക്കെ. അതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് ഇടാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അപ്പോൾ ഇതേ കിടക്കുന്നു ഒരു പനി. അതിനാൽ എൻ്റെ എല്ലാ പ്ലാനും മൂഞ്ചി കെട്ടി പോയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഒന്നും എടുത്തില്ല. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഈ വ്ളോഗ് തൊട്ട് ഇനി ഞാൻ നാളെ കണ്ണൂർ പോയി കഴിഞ്ഞാൽ അവിടുന്ന് എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് വീഡിയോസ് എടുക്കാൻ. അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. ഇതിന് മുകളിൽ ഷീറ്റാണ്, അതൊരു കടപ്പട ഒച്ച വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. നിങ്ങൾ Q&A ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനടിയിൽ ക്വസ്റ്റ്യൻസ് ഇടാൻ പറഞ്ഞു. ആകെ 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ ആ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ചെടി വേദനയാവുന്നുണ്ട്. ഓക്കെ, ബൈ. ഫൈനലി എൻ്റെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഒരു ബിരിയാണി ലുക്ക് ഉണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം എനിക്ക് പറയുള്ളൂ. നേരിട്ട് കാണുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ലുക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്മേനെ കൊണ്ടും ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കി. അപ്പോൾ ഓക്കെ, ഗ്രീൻ ഫ്ലാഗ് ആണ് കിട്ടിയത്. ഇനി ഇതിന് എന്തെങ്കിലും ഒരു ഗ്രേവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. നമ്മൾ കഴിക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതാണ് സംഭവം. റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പക്ഷേ നോക്കട്ടെ, ആലോചിച്ചിട്ട് പറഞ്ഞുതരാം. റെസിപ്പി സക്സസ് ആയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞാനൊരു വലിയ പൊട്ടത്തരം ചെയ്തു പോയി. ഞാനൊരു ചിക്കൻ ചില്ലി ഗ്രേവിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മണ്ടത്തരം കാണിച്ച് അതിന് വെച്ച ചിക്കനും കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത് ഈ ഫ്രൈഡ് റൈസിനകത്ത് ഇട്ടുപോയി. അപ്പോൾ ഫ്രൈഡ് റൈസിനകത്ത് കുറേ ചിക്കനായി. പിന്നെ അമ്മ ഇങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റി വെച്ച 2 ലെഗ് പീസ് പോലെ, ഞങ്ങൾക്ക് 2 ലെഗ് പീസും പിന്നെ ഒരു കുഞ്ഞുകുട്ടി പീസസ് ഉണ്ടായിരുന്നു. അത് അമ്മ ഫ്രൈ ആക്കുകയും ചെയ്തു. ബാക്കി ഞാൻ ഗ്രേവി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ സാധനമൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് കറി ഇല്ലാണ്ട് ഈ ചിക്കൻ ഫ്രൈ കൂട്ടി തിന്നേണ്ടി വന്നു കേട്ടോ. എൻ്റെ ഒടുക്കത്തെ തീറ്റ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. അമ്മയും അനിയനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊന്ന് ഹാളിൽ വന്നിരുന്നപ്പോഴത്തേനും പിന്നാലെ അച്ഛനും അമ്മയും കൂടെ വന്നു. അച്ഛൻ എവിടെ ഇരുന്നാലും കിടന്നാലും അപ്പം അച്ഛനെ അവിടെ നിന്ന് കുത്തിക്കൊള്ളിക്കണം. ഒന്ന് നമ്മളെ കുത്തിത്തിരക്കി ഇരുന്നില്ലെങ്കിൽ അച്ഛനൊരു സമാധാനക്കേടാ കേട്ടോ. എനിക്ക് 24 വയസ്സ് കഴിഞ്ഞു. എൻ്റെ അനിയന് 20 വയസ്സാവാൻ പോകുന്നത്. പക്ഷെ അച്ഛൻ ഇപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളാന്നുള്ളൊരു തോന്നലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അച്ഛൻ നമ്മളെ വിളിക്കുന്നവരെ ചെല്ലപ്പേരുകളൊക്കെ കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഫോർ എക്സാമ്പിൾ എന്നെ വിളിക്കുന്ന കുറച്ച് പേരുകൾ ഞാൻ പറഞ്ഞുതരാം. സുക്രമാണി മകളെ, സുണ്ണാണി മകളെ,
വിശക്കണു, അങ്ങനെ നീണ്ട് നടക്കുന്നു അച്ഛൻ്റെ ലിസ്റ്റ്. ഇതൊക്കെ ഏത് ഭാഷയെന്ന് അച്ഛൻ കണ്ടുപിടിച്ചാന്ന് അച്ഛന് മാത്രമേ അറിയൂ. ഇത് പിറ്റേ ദിവസം കേട്ടോ. അങ്ങനെ ഞാൻ കണ്ണൂരേക്ക് തിരിച്ചു പോവാണ്. അപ്പം ഞാൻ പോകുന്ന സങ്കടം സഹിക്കാണ്ട് അമ്മ കരയാണ്. ഞാൻ എത്ര ദിവസം വന്ന് നിന്ന് പോയാലും എൻ്റെ അമ്മ കരയും കേട്ടോ. അച്ഛൻ പിന്നെ ചിരിച്ച് ഹായ് ഉമ്മയൊക്കെ തരുന്നുണ്ട്. പക്ഷേ അച്ഛനും മനസ്സിൽ ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ട്രെയിനാട്ടോ ഞാൻ പോകുന്നത്. നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ രാവിലെ ഒരു 8:30-ക്കാണ് ട്രെയിൻ ഉള്ളത്. പട്ടാമ്പിയിൽ നിന്ന് വേണം കയറാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഉണ്ട് പട്ടാമ്പിയിലേക്ക് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് എത്തുമായിരിക്കും. നമ്മൾ പോകുമ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് എത്തിപ്പെടുമോ അവിടെ എന്നുള്ളത്. കാരണം ബാഗും ലഗേജൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അച്ഛൻ തന്നെയാണ് ലഗേജ് എടുത്ത് കാറിലേക്ക് വെക്കുക. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാലും അച്ഛൻ തന്നെ അത് എടുത്ത് നടക്കുക. ട്രെയിൻ കയറി അതിനകത്ത് കയറ്റി വെച്ചിട്ടേ ഉള്ളൂ അച്ഛൻ പോവാട്ടോ. സംഭവം നല്ല വെയിറ്റ് ആട്ടോ. അച്ഛൻ എപ്പോൾ എന്നോട് ചോദിക്കും, നീ എന്താ കുഞ്ഞായി വീട്ടിൽ നിന്ന് പെറുക്കി കൊണ്ടുപോകുന്നത്? ഇതൊക്കെ കൊണ്ട് നീ എങ്ങനെയായി ബസ്സും ട്രെയിനും കയറിയിട്ട് വീട്ടിലെത്തുക? പക്ഷേ താങ്ങാൻ ആളുണ്ടാകുമ്പോഴല്ലേ നമുക്ക് മടി കൂടും. അല്ലാത്ത പക്ഷം നമ്മൾ ഡബിൾ സ്ട്രോങ് അല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ട്രെയിനിൽ കയറുന്ന വരെ ഉള്ളൂ ഞാൻ കുട്ടി. അത് കഴിഞ്ഞ് ഈ ട്രെയിൻ കയറി അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വലിയ കുട്ടിയാണ്. കുറച്ചധികം ദിവസം വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ട്രെയിനിൽ നിന്ന് എത്ര സമയം കഴിഞ്ഞാലും കണ്ണൂർ എത്താത്ത പോലെ എനിക്ക് തോന്നും കേട്ടോ. ഇരുന്നിരുന്നങ്ങ് മടുത്തു പോവും. പിന്നെ വീട്ടിലെത്തി നേരെ ചോട്ടുവിൻ്റെ അടുത്താണ് ഞാൻ പോവുക. അമ്മേൻ്റെ മുഖം നോക്കുന്നതിന് മുന്നേ ഞാൻ ചോട്ടുവിൻ്റെ മുഖം കേട്ടോ നോക്കുക. കാരണം അവന് എന്നെ ഇപ്പോൾ കുറേ ദിവസം കൂടി കണ്ടതിൻ്റെ ഒരു ആക്രാന്താണ് കാണിക്കുന്നത്. ഇപ്പം ഞാനത് തുറന്ന് എൻ്റെ മേത്തൊന്ന് ചാടി കയറിയ ആൾ ഓക്കെ ആവും. പക്ഷെ അമ്മ എന്നെ സമ്മതിച്ചില്ല. അമ്മ വേഗം അവനൊരു ഇതൊക്കെ ഇട്ടിട്ട് പുറത്ത് കുറച്ച് ദൂരെ കൊണ്ടുപോയി കെട്ടിയിട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഫ്രഷ് ആയിട്ടോ ആ. ഇപ്പം അവൻ്റെ കളിക്ക് നിന്നാലും ശരിയാവില്ല, ബിക്കോസ് ഞാൻ ഭയങ്കര ടയർഡാണ്. ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും ഞാൻ കണ്ണൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ടയർഡാണ്. ബസ്സിലൊക്കെ ഇരുന്ന് വന്നപ്പോഴത്തേനും ചത്ത്. ഒരു 3-4 മണിക്കൂറില്ലേ എന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇന്നലെ തന്നെ വേഗം എത്തുന്ന ട്രെയിനിലാണ് വന്നത്. അതുകൊണ്ട് കുറച്ച് ഇതായി. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്ത് മരവിച്ചിരുന്നിട്ടുണ്ടാവും. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെഡ്സെറ്റ് ഇല്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ. ഇയർഫോണിന് ഒരു ചെവി കേൾക്കില്ല. അപ്പോൾ അത് വെക്കാറില്ല. അപ്പോൾ ബോറടിച്ച് പോകും. എന്നിട്ട് ഞാൻ കുറേ ഉറങ്ങിയിട്ടത് ഉണ്ടായത്. എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. വേഗം പോയി ഒന്ന് ഫുഡ് കഴിക്കും. ഇതൊന്ന് ഡ്രസ്സ് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വൈകുന്നേരം വരെയുള്ള പ്ലാന്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ റൂമിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. ലൈക്ക് എന്താ പറയുക, ബെഡ്ഷീറ്റൊക്കെ ഇനി വിരിക്കണം. ഞാൻ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ എടുത്തിട്ടിട്ട് പോകാറാണ്. അലക്കി വയ്ക്കും, ഇവിടെ വിരിച്ചിടില്ല. അപ്പോൾ ഇനി എൻ്റെ റൂമാക്കി എടുക്കണം. എല്ലാം മറ്റേ വീട് മാറുമ്പോൾ എല്ലാം കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയതാണ്. എൻ്റെ ലഗേജൊക്കെ ഞാൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് എല്ലാം അതിൻ്റേതായ സ്ഥലത്ത് വയ്ക്കണം. അയ്യോ, കുറേ പരിപാടികളുണ്ട് ഗായ്സ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത് കേട്ടോ. സോ നമുക്കൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ചോറ് വേണ്ട കുട്ടിക്ക്? കുട്ടി, ചോട്ടുകുട്ടി, എനിക്ക് ചോറ് വേണ്ട കുട്ടി, ചോറ് വേണ്ട. ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഉറക്കം പാസ്സാക്കി. അതിന് ശേഷം എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചു. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. എൻ്റെ തലയും മുഖം നോക്കണുണ്ട്. ഞാൻ ഉറങ്ങി എണീറ്റിട്ടുള്ള പാടായിപ്പോൾ. ഇനി താഴെ പോയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. കാരണം എന്താ വെച്ചാൽ ഇനി ഒരു 2 ദിവസത്തിനൊരു അന്തക്കേടാവും. ലൈക്ക് ഒരു അന്തം വിടലായിരിക്കും. കുറച്ച് ദിവസം വീട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇനി അതൊരു 2 ദിവസം എടുക്കും അതൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട്. അതായത് മാരീഡ് ആയിട്ടുള്ള ഗേൾസിനെ മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് അവിടെ പ്രത്യേകിച്ച് റൂട്ടീനൊന്നും ഇല്ലല്ലോ. എനിക്ക് പ്രത്യേകിച്ച് റൂട്ടീനൊന്നുമില്ല. ഞാനിങ്ങനെ നമ്മൾ തോന്നിയ പോലെ അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ பண்ணണം. എന്നാലേ ഉള്ളൂ നമ്മൾ ദിവസം മുന്നോട്ട് പോവുക. അപ്പോൾ പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ ഒരു 2 ദിവസം എനിക്കൊരു ഇതിൽ വരണം. പക്ഷേ ഒരു ലക്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ. പപ്പയൊന്നുമില്ല. പപ്പ ജോലി സ്ഥലത്താണ്. അപ്പുമില്ല, ആരുമില്ല. ഞങ്ങൾ 2 പേരും മാത്രം, പ്ലസ് ചോട്ടുകൂട്ടനും ഉണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊരു ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഹാലിൽ ഇങ്ങനെ പോവും, അമ്മേൻ്റെ ഒരു ഹാലിൽ ഇങ്ങനെ പോവും. ഞങ്ങളങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ നമുക്ക് കുറച്ച് ടൗണിലൊക്കെ പോയി അമ്പലത്തിലൊക്കെ പോകാനുണ്ട്. എനിക്ക് പറശ്ശിനിയിലൊക്കെ പോകാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ നാളത്തെ ആ ഒരു കുറച്ചും കൂടെ കാണിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ബിക്കോസ് ഇതിനകത്തൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വീട്ടിൽ പോയി വന്നപ്പോഴത്തേനും കുറച്ച് വണ്ണം വെച്ച് പോകുന്നൊരു സംശയം. ഈ ഡ്രസ്സൊക്കെ കുറച്ച് ടൈറ്റായി പോലെ അറിയില്ല കേട്ടോ. ഇനി മടക്കി വെച്ചുകൊണ്ട് ഇട്ടതാണോ എന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോയി നോക്കാം.
അപ്പോൾ താഴെ എത്തി നമ്മൾ കുറച്ച് ഗ്രീൻ ടീ വെച്ചേക്കാണ് കേട്ടോ. എനിക്കല്ല ഗ്രീൻ ടീ, ഞാൻ ഗ്രീൻ ടീ കുടിക്കാറില്ല. എനിക്ക് കുടിച്ചാൽ പ്രശ്നമൊന്നുമില്ല, എനിക്ക് വലിയ ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ അമ്മയാണ് ഗ്രീൻ ടീ കുടിക്കാറുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചത്. അമ്മ എന്തോ അടിച്ചു വരുന്ന പരിപാടിയിലാണ്. വിളക്ക് വയ്ക്കാൻ മുന്നേ, വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ വീടൊക്കെ അടിച്ചു വരില്ലേ, അപ്പോൾ ആ പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഗ്രീൻ ടീ വെച്ചേക്കാം. ഇത് ചെയ്യാനാ സ്ലൈകം. അങ്ങനെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇനി അമ്മേൻ്റെ സീരിയൽ ടൈമാണ്. ഞാൻ ഒരു ആവശ്യമില്ലാതെ കുറച്ച് സമയം അവിടെ ഇരിക്കും. എന്നിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഞാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും, അമ്മ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു രാത്രി പോകുന്നത്. എനിക്ക് നല്ല ഉറക്കം വരും കേട്ടോ ഈ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ പിന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ മുകളിൽ കയറും, ഫുഡ് കഴിച്ചിട്ട് എന്നിട്ട് പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങാട്ടോ ചെയ്യുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. നമ്മൾ പറശ്ശിനിക്കടവിൽ പോവാണ് കേട്ടോ. എനിക്ക് ഒരു പോവാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു. അപ്പോൾ വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, അമ്മ എന്നാൽ നമുക്ക് പറശ്ശിനി പോയിട്ട് വന്നാലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ നല്ല മഴ ആയതുകൊണ്ട് നമ്മളൊരു ഓട്ടോ ഒക്കെ എടുത്ത് ടൗണിൽ പോയി. അവിടുന്ന് ബസ്സിന് വേണം കേട്ടോ പറശ്ശിനി പോകാൻ. അടുത്താണ്, ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നമ്മൾ അമ്പലത്തിലെത്തും. മഴയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് പോയി. ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ നമ്മൾ ഫുഡ് കിട്ടുമോ എന്ന് വരെ സംശയിച്ചു. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എപ്പോഴും അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഒന്ന് കാലും കൈയൊക്കെ കഴുകിയിട്ടാണ് കയറുക. പക്ഷേ കൈയൊന്നും കഴുകാൻ നിന്നില്ല. ബിക്കോസ് ആ വെള്ളം ഭയങ്കരമായിട്ട് മണക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മൊത്തത്തിൽ അമ്പലത്തിലൊക്കെ ഒരു ചെളി മണമായിരുന്നു. ആകെ മഴയല്ലേ, അപ്പോൾ ആൾക്കാർ ഈ ചെളിയൊക്കെ ചവിട്ടി കയറ്റി അങ്ങനെ മൊത്തത്തിലൊരിത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു. അതിനടുത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. വലിയ ക്യൂ ആണിത്. ഇതാണ് പറശ്ശിനിക്കടവിലെ ഫുഡ്. എപ്പോഴും ഇതായിരിക്കും എന്നാണ് കേട്ടോ പറയണത്. നമ്മളെപ്പോൾ കഴിക്കുമ്പോൾ ഇതാണ്. അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് അവർ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇത് തന്നെയാണ്. എന്തോ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ എന്തെങ്കിലും ഒരു പായസം ഉണ്ടാവും, അത്ര തന്നെ. അല്ലെങ്കിൽ ഇതാണ് ഫുഡ് എന്നാണ് കേട്ടോ. എന്താണെങ്കിലും വെറും ചോറ് തന്നാലും അമ്പലത്തിൽ നിന്ന് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനൊരു കൊട്ടയും തൂക്കി ഇറക്കിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ് ഓഫർ ഉള്ളത് എന്ന് ഞാനിങ്ങനെ നോക്കുകയാണ്. പക്ഷേ ഓഫർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ. ഇത്രയും ദിവസം അമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മ കാര്യമായിട്ട് ഒന്നും മേടിച്ച് വെക്കില്ല. അപ്പം ഞാനും അമ്മയും കൂടെ പോയി അത്യാവശ്യത്തിലധികം സാധനം മേടിച്ചിട്ടാട്ടോ വന്നത്. ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. ആദ്യം വിചാരിച്ചു ലോറി വിളിക്കാന്ന്, പിന്നെ തൽക്കാലം ഓട്ടോയിൽ വന്നു. എൻ്റെ അമ്മേ, ചോട്ടുവിന് ഞങ്ങൾ പോയ സങ്കടത്തിൽ, അയ്യോ എൻ്റെ കാലിലൊന്ന് കുത്തിപ്പോയില്ല, പോയ സങ്കടത്തിൽ ഒരേ കൊരയായിരുന്നു. കണ്ടപ്പോൾ ഒരു സമാധാനം. എങ്ങോ പോന്ന് കുട്ടി, എനിക്ക് വരാൻ കഴിയില്ലേ? ഇവന്റെ വിക്രസിന് എന്നെ കിട്ടൂല. കൂട്ട് കയറിയടാ, മതി നടക്ക്. പക്ഷെ ചവിട്ടറാണല്ലോ. ബാ കഴിഞ്ഞു നിന്റെ സർക്കിട്ട് കഴിഞ്ഞു. വാ, എനിക്ക് ഉള്ളിൽ കയറണം. വാ, പറഞ്ഞ കേട്ടോ, ഒന്നില്ലെങ്കിൽ ഇനി ഇറക്കൂല പുറത്ത്. നീ വാ, ദൂരിട്ടല്ലേ, നിങ്ങൾ വാടാ, നീ വാ ചോട്ടോ, നിങ്ങൾ വാ, ഇത് ഊരട്ടെ, വാ ഇത് ഊരട്ടെ. വിടടാ, എൻ്റെ കയ്യിലൊന്നുമില്ല ചോട്ടു, വിട്. എൻ്റെ മക്കളെ, അങ്ങനെ ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ വേറെ പോലെ കെട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനതെല്ലാം ചുരുക്കി കെട്ടി വെച്ചു. ഇനി നമുക്ക് അൺബോക്സിങ് ആണ് ചെയ്യാനുള്ളത്, അതായത് പച്ചക്കറീൻ്റെ അൺബോക്സിങ്. ഇവിടെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴെയും ഈ ടേബിളിലൊക്കെ കുറേ കവറുകളുണ്ട്. ഇനി അതൊക്കെ തരം തിരിച്ച് ചിക്കൻ വേറെ, മീൻ വേറെ, മുട്ട വേറെ. നമ്മൾ ഇപ്പോൾ ആരും ഇല്ലല്ലോ വീട്ടിൽ, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മിനിറ്റിന് ടൗണിൽ പോകില്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ ഒരു വിധം ബൾക്കായിട്ട് സാധനം മേടിക്കുക ചെയ്യുക. ഇപ്പോൾ ചിക്കനും മീനും മുട്ടയും ഒക്കെ മേടിച്ച് വയ്ക്കും. പിന്നെ അതുപോലെ വേറെ പച്ചക്കറി സാധനങ്ങളും അതുപോലെ ബാക്കി സാധനങ്ങളൊക്കെ, അങ്ങനെ എല്ലാം നമ്മൾ അങ്ങനെ മേടിക്കുക ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇനി ഞാൻ പറയുന്നില്ല നിങ്ങളോട് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല, പല സാഹചര്യങ്ങൾ കൊണ്ട്. അതൊക്കെ ഇതിൻ്റേതായ സ്ഥാനത്ത് വയ്ക്കലാണ് ഒരു മെയിൻ പരിപാടി. അമ്മ നേരെ വന്നു, നല്ല മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ മുറ്റടിച്ച് വരാൻ വേണ്ടി പോയി. ഞാനപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് എടുത്ത് വെക്കട്ടെ. എന്നിട്ട് വേണം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷായി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര വിശപ്പിട്ടോ. വൈകുന്നേരം നല്ല ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വിശക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ ടൗണിൽ പോയപ്പോൾ ഒരു സാധനം മേടിച്ചേ.
സാധനം ഞാൻ കാണിച്ചു തരാം. അമ്മ അവിടെ സീരിയൽ കാണാം. ഇതാണ് സാധനം. ഇത് നൂഡിൽസിൻ്റെ പാക്കറ്റാണേ. ഇത് തല തിരിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് കാണുന്നത്? ഇത് ഇൻഡോമി നൂഡിൽസ് ആട്ടോ. എൻ്റെ ഫേവറേറ്റ് നൂഡിൽസാണ്. എനിക്ക് യിപ്പി മാഗിനോടൊന്നും വലിയൊരു താല്പര്യമില്ല. പിന്നെയും കഴിക്കാൻ എനിക്ക് മാഗിയാണ്. യിപ്പി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇൻഡോമി ഫാൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാൻ കമൻറ്റ് ചെയ്യാനൊക്കെ പറയും, നിങ്ങളാരും കമൻറ്റ് ചെയ്യാറൊന്നുമില്ല. എന്നാലും ഇൻഡോമി ഫാൻസ് ഉണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്തോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഇതിനകത്ത് 6 പാക്കറ്റോ 5 or 6 പാക്കറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓഫറിൽ കണ്ടപ്പോൾ ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുകയോ ചെയ്തേ. ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ തിന്നാലോ. സോ ലെറ്റ്സ്. ഇത്തിരിക്ക് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഓരോ രീതിയായിരിക്കില്ല. ഞാനിങ്ങനെ കേട്ടോ, ആദ്യം വെള്ളം വെക്കും. എന്നിട്ട് ഇത് ബോയിലായതിനു ശേഷം ഞാൻ ഇതും മസാലപ്പൊടികളും ഒക്കെ ഞാൻ ഒരുമിച്ച് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം പോലെ ഇങ്ങനെ ഒരു സൂപ്പി കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കഴിക്കും. രണ്ട് പാക്കറ്റ് എടുക്കുന്ന അമ്മയ്ക്കും കൂടെ വേണ്ടി വരും. അപ്പം നമുക്ക് 2 പാക്കറ്റ്. എനിക്കിത് എങ്ങനെയാണ് ശരിക്കും ഇതിൽ പറയുന്ന പോലെ ഒന്നും ഉണ്ടാക്കാറില്ല ഞാൻ. എനിക്കിതാണ് ഇഷ്ടം. ഞാനിങ്ങനെ വെള്ളം ചൂടായി കഴിഞ്ഞാൽ അതിനകത്ത് ഈ സാധനം ഇങ്ങനെ 2 കഷ്ണാക്കിയിട്ടിടും. ബിക്കോസ് എനിക്ക് കുറച്ച് ലോങ് നൂഡിൽസ് കിട്ടുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ പൊടിച്ചിടുന്നത് കാണാം ചില ആൾക്കാർ. എന്തിനാണ് അങ്ങനെ ഇടുന്നത്? നൂഡിൽസ് എന്താ ഉപ്പേരി പോലെ തിന്നാനാ? നൂഡിൽസ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഇട്ടണ്ടേ. അങ്ങനെ ഇട്ടണമെങ്കിൽ നമ്മളിത് ആക്കാണ്ട് ഇടണം. ഇങ്ങനെ പൊടിക്കാണ്ട് ഇടണം. അപ്പോൾ നമുക്ക് ആ നൂഡിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ഇവിടെ എടുക്കുന്നുണ്ട്. ബിക്കോസ് അമ്മയ്ക്കും കൂടെ കൊടുക്കാം നമുക്ക്. പക്ഷെ ഇതിന് കുറച്ചധികം ഉപ്പാണ്, അതാണ്. അയ്യോ കയ്യെ പൊള്ളിപ്പോയി. ഇതിനകത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു ഓയിൽ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓയിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓയിൽ. പിന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് തരം. ഇതെന്തോ ഒരു ഇതിൽ എഴുതിയേക്കുന്നത് ഇത് ബുംബു സോസ് എന്നാണ്. പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു സൈഡിൽ ചില്ലി ഫ്ലേക്സും ഒരു സൈഡിൽ ബുംബു സോസ് എന്നാണ് എഴുതിയേക്കുന്നത്. എന്ത് സോസാണോ ദൈവത്തിനറിയാം. ഇതെന്താടാ? ഇത് സീസണിങ് മിനിയറ്റ് ബുംബു സീസണിങ് ഓയിലാണ് ഇത് കേട്ടോ. ഈ സീസണിങ് ഓയിലൊക്കെ എപ്പോഴാണ് ഒഴിക്കണ്ടേ അമ്മോ? അയ്യോ എന്താ ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും നമ്മളെ അയ്യോ ഐ എം എ റിയലി മെസ്സി പേഴ്സൺ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഞാനൊരു മാഗി ഉണ്ടാക്കിയ കോലം. കൃത്യമായി ഇതിനകത്ത് ഇട്ടു എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അത് വെറും തെറ്റ് മാത്രമാണ്. സർപ്രൈസ്. ഇനി ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി എടുക്കണം. ഒരു മാഗി എന്ന് പറയുന്നത് ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ ഇത്രയും പാടാണ്. ഞാൻ എന്തായാലും അതൊന്ന് പെറുക്കി ഇതിനകത്തേക്ക് ഇടും ഞാൻ ചിലപ്പോൾ. അല്ലെങ്കിൽ ഞാനത് കളയും. എന്നിട്ട് ഞാൻ ഇതിൽ ബാക്കി പരിപാടി നോക്കട്ടെ കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ ട്രൈപോഡൊന്നും ഇല്ല എൻ്റെ. മോളിലുണ്ട് ഒരു ചെറിയ സാധനം. പക്ഷെ ഞാൻ അതൊന്നും ഇടണോ വേണ്ടാന്ന് തോന്നല്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്യാമറയുടെ ഉള്ളിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എന്ത് ഫ്രെയിമല്ലേ? ഇതിന് നല്ലത് നിങ്ങളിൽ ചില ആൾക്കാർ ചെയ്യും. എന്നാൽ പിന്നെ എൻ്റെ വായിലിട്ട് കയറിയിടി എന്ന് വിചാരിക്കും. അപ്പം തന്നെ പെറുക്കിയിട്ടാൽ ഞാനിത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ബുൾസൈ പോലെ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ അതങ്ങ് പൊട്ടിക്കും. നമ്മളിങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ കുത്തി പൊരിക്കുന്നതല്ല. ഇതല്ലാതെ ബുൾസൈ പോലെ ഒഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ ആക്കും. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇത് കണ്ടോ വെള്ളം പോലെയാണ്. ഞാൻ ഭയങ്കര സൂപ്പി ആയിട്ടാണ് കുടിക്കുക. സോ നമുക്ക് കഴിക്കാം. മിക്കവാറും ഇത് തന്നെയായിരിക്കും എൻ്റെ ഡിന്നർ. ഇനി ഇത് കഴിച്ചാൽ എൻ്റെ വയറ് നിറയും. അപ്പോൾ എനിക്ക് ഇനി രാത്രി ഒന്നും മടിയാണ് കേട്ടോ. നല്ല ചൂട് അണ്ണാക്ക് പൊള്ളിപ്പോന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തിളച്ച സാധനം കേട്ടോ. സോ ഗുഡ്. ഓക്കെ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഞാൻ എന്തെങ്കിലും കണ്ടോട്ട് കഴിക്കണം.
അപ്പോൾ ഞാൻ എന്തെങ്കിലും കാണട്ടെ. സോ ഇൻഡോമി നൂഡിൽസ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു വട്ടം നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് ഇമ്പോർട്ടഡ് ആണ്, പക്ഷെ എന്നാലും നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും. ഒന്ന് കഴിച്ച് നോക്കണേ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ചൂട് ബൈ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 2-3 ദിവസമായി കുറേ അൺനെസസറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് ഇങ്ങനെ കൊണ്ടുപോകണ്ട, നമുക്ക് ഇവിടം വെച്ച് നിർത്താം. അതിനുശേഷം ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ഇടാം. ഞാൻ 2 വീഡിയോ ഒക്കെ എടുത്ത് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നാളെ അതൊക്കെ ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ കുറച്ച് ഭയങ്കര അൺകൺസിസ്റ്റൻസി ആണ്. ഒരു കാര്യം എനിക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളെ വീഡിയോസൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ കുറച്ച് ദിവസമായിട്ട്. ഞാൻ സിക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നാളെ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം. അതിനുശേഷം വരും ദിവസങ്ങളിൽ വീഡിയോസ് ഇടും. നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.